അപ്പോൾ അമ്പിളിച്ചേട്ടൻ നോക്കുമ്പോൾ നവ്യയുടെ കഥാപാത്രം ഫ്രണ്ടിലിരിക്കുന്നു. മോളിൽ നോക്കുമ്പോൾ രണ്ടുപേര് ശൂന്യതയിൽ രണ്ട് നവ്യകൾ നിൽക്കുന്നു. ആ സീനൊന്നും സിനിമയിൽ വന്നിട്ടില്ല. കൊണ്ടിടും ഞങ്ങളെല്ലാം ഈ ചാളടുക്കി വെച്ച മാതിരി ഞങ്ങളെല്ലാം ഒരുമിച്ച് കിടന്നുറങ്ങും. ജയസൂര്യ, വിനീതേട്ടൻ, വിനായകൻ ചേട്ടൻ, നവ്യ, ഭാവന, ഞാൻ, സലീമേട്ടൻ, ഞങ്ങളെല്ലാവരും. വിനായകൻ ചേട്ടനെ ഇപ്പോൾ കാണുമ്പോൾ എനിക്കൊരു അതിശയമാണ്. അന്നത്തെ വിനായകൻ ചേട്ടൻ ഇതല്ലായിരുന്നു, സൈലൻ്റ് ആയിരുന്നു. കൂടുതലും എൻ്റെ അമ്മയുടെ കൂടെയും നവ്യയുടെ അമ്മയുടെ കൂടെയാണ് പിന്നെയും സംസാരിച്ചേട്ടൻ. ഇപ്പം ഇങ്ങനെ കാണിക്കുമ്പം എനിക്ക് അതിശയമാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ എല്ലാ കണ്ടന്റിനും എനിക്ക് ബ്ലോഗ് വഴി എനിക്ക് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് സന്തോഷമുണ്ട്. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് എനിക്ക് ഇത്രയും സപ്പോർട്ട് തന്നല്ലോ, അതിന് താങ്ക് യു സോ മച്ച്. ഇന്ന് ഞാൻ പറയാൻ വരണത്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലേന്ന് അറിയില്ല, പക്ഷെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ, ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും ഞാൻ എത്രയോ സിനിമകൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സെപ്റ്റംബർ 9 ആകുമ്പോൾ 2025 സെപ്റ്റംബർ 9 ആകുമ്പം 32 വർഷമാണ് ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. ഈ 32 വർഷം ഞാൻ ചെയ്ത സിനിമ, സീരിയൽ എത്രയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരൊറ്റ സിനിമ ഇന്നും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അത് ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഏറ്റവും നല്ല 2004 ഞാൻ ചെയ്ത ഒരു സിനിമയാണ് ഇന്നും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് വരുന്നത്. നിങ്ങൾക്കറിയാം, ചതിക്കാത്ത ചന്തു. പലരുടെ വിചാരം അത് എൻ്റെ ആദ്യത്തെ സിനിമയാണെന്ന്. അല്ല, ഞാൻ ഒരുപാട് സിനിമകൾ, എനിക്ക് തോന്നുന്നു എൻ്റെ 10-ോ 12-ാമത്തെയോ 8-ാമത്തെ അങ്ങനെ എന്തോ ആണ് സിനിമ. എൻ്റെ ആദ്യത്തെ സിനിമയല്ല. ഏറ്റവും രസം, എൻ്റെ ആദ്യത്തെ സിനിമ, എൻ്റെ ആദ്യത്തെ സീരിയൽ, ആദ്യത്തെ ആഡ് ഫിലിം ഒന്നും പുറത്തു വന്നിട്ടില്ല. എല്ലാവരുടെ വിചാരം ഞാൻ സിനിമ വഴിയാണ്. അല്ല, ഞാൻ എല്ലാം തലകുത്തനെ വന്നതാണ്. ഞാൻ ട്രിവാൻഡ്രം ബ്യൂട്ടി ക്യൂനായി. അവിടുന്ന് ഞാൻ യാദൃശ്യമായിട്ടാണ് ഞാൻ ട്രിവാൻഡ്രം ബ്യൂട്ടി ക്യൂനാവുന്നത്. എനിക്കൊരിക്കലും വിചാരിച്ചിട്ടില്ല. അത് ഞാൻ പിന്നൊരു ദിവസത്തിൽ ആ കഥ പറയാം. അവിടുന്ന് ഞാൻ റാമ്പിൽ വന്നു. റാമ്പിൽ നിന്ന് പരസ്യങ്ങൾ ചെയ്തു തുടങ്ങി. പരസ്യം വഴിയാണ്, എൻ്റെ പരസ്യം കണ്ടിട്ടാണ് സീരിയൽ വഴി. അതെല്ലാം ഞാൻ പറയാം ഒരു ദിവസം. സീരിയലിൽ നിന്നാണ് ഞാൻ സിനിമ വഴി വരുന്നത്. അപ്പം ശരിക്കും ചതിക്കാത്ത ചന്തു സിനിമയിൽ ഞാനല്ല അഭിനയിക്കേണ്ടത്, ആ ക്യാരക്ടറാണ്. അത് ഞാനല്ല ചെയ്യേണ്ടത്. അത് ചെയ്യേണ്ട വേറൊരു തമിഴിലെ ഒരു ആർട്ടിസ്റ്റായിരുന്നു. നിങ്ങൾക്ക് അറിയപ്പെടുന്നത്. ഞാൻ എന്തായാലും ഇപ്പോൾ ആ പേര് പറയുന്നില്ല, കാരണം അത് പറഞ്ഞിട്ട് ഇനി കാര്യമില്ല. യാദൃശ്യമായിട്ടാണ് ആ കഥാപാത്രത്തിലേക്ക് ആൻഡ്രൂ ജോസഫ്, ഇന്നത്തെ വലിയ പ്രൊഡ്യൂസറും, അന്ന് അദ്ദേഹം അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളായിരുന്നു. ആൻഡ്രൂ ചേട്ടനാണ് സിദ്ദിഖ് ലാലേട്ടനോടും റാഫി മെക്കാട്ട് ചേട്ടനോടും എൻ്റെ കാര്യം പറയുന്നതും. ആ സമയത്ത് ഞാൻ വേറൊരു സിനിമയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഫ്രീഡം, തമ്പി കണ്ണാന്തനൻ സാറിൻ്റെ. നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട നടൻ ജിഷ്ണു, മരിച്ചുപോയ ജിഷ്ണുവിൻ്റെ ചേച്ചിയായിട്ട്. ഇന്ന് അത് ഡയറക്ടർ ചെയ്ത ഡയറക്ടറില്ല, ജിഷ്ണുവില്ല, KPC ലളിത ആൻറ്റിയും ഇല്ല. അതിലെ നായിക രേണുക മേനോനായിരുന്നു, നമ്മളിലെ നായിക. അവിടെ വെച്ചിട്ടാണ് ഞാൻ രേണുവെ ആദ്യം കാണുന്നത്. അതും ഞാൻ വേറൊരു ദിവസം അതിൻ്റെ കഥയും ഞാൻ പറയാം. ഒരുപാട് കഥകൾ ചേർന്നാണ്. ആ സമയത്ത് എറണാകുളത്ത് ഞാൻ വേറൊരു സീരിയലും ഷൂട്ട് ഇരിക്കുകയായിരുന്നു. യാദൃശ്യമായിട്ടാണ് ഞാൻ ചതിക്കാത്ത ചന്തയിൽ ജോയിൻ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൂപ്പർ ഓർമ്മകളാണ് എനിക്കുള്ളത്. ആ സമയത്ത് നമുക്ക് സ്ഥിരമായിരുന്നു എന്താ പറയുന്നത്, ഹർത്താൽ. ഇപ്പം നമുക്ക് ഹർത്താൽ ബന്ധമൊന്നുമില്ല. ഹർത്താൽ സമയത്ത് ആ സിനിമ നടന്നിട്ടുണ്ട്. അവിടെ വെച്ചുള്ള ഒരുപാടെന്ന് പറഞ്ഞാൽ ആ തൃപ്പൂണിത്തുറയിൽ ഒരു റിസോർട്ടിലായിരുന്നു ആ ഷൂട്ട് നടന്നത്. പക്ഷെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ആ റിസോർട്ടിൻ്റെ പണി നടന്നിട്ടില്ല. പണി നടക്കാത്തത് കൊണ്ട് ആ റിസോർട്ട് കംപ്ലീറ്റ് പോയി. പലരും വന്ന് സാധനങ്ങൾ മോഷ്ടിച്ചു. പിന്നെ അവിടെ ഒരു കഥ വന്നു, പ്രേതകഥകൾ. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഫ്ലാറ്റുണ്ട്. ആ ഫ്ലാറ്റിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ചതുപ്പ് നിലമായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ഷൂട്ടിങ്. ആദ്യം ഞങ്ങൾ കൊച്ചിയിൽ ഒരു പഴയ തറവാട്ടിലായിരുന്നു. അവിടെയും കുറേ കഥകളുണ്ട്. ഹനീഫിക്ക, ഞാൻ ലാസ്റ്റ് അഭിനയിച്ച ഹനീഫിക്കയുടെ സിനിമ അതാണ്. ഹനീഫിക്കയുടെ ഒക്കെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് ഇന്നും ഓർമ്മകൾ നിൽക്കാൻ. ഹനീഫിക്ക ഒരുപാട് തമാശകൾ പറയും, നമുക്ക് പലതും മനസ്സിലാവില്ല. എന്നിട്ട് ഹനീഫിക്ക ചിരിക്കും. ആ ചിരിയാണ് നമ്മളറിയാതെ ചിരിച്ചു പോകുന്നത്, നമ്മളത് ആസ്വദിക്കുകയാണ്. ഹനീഫിക്കയുടെ കുറിച്ച് ഭയങ്കര സ്മോക്കിംഗ് ആയിരുന്നു.
ഞങ്ങൾക്ക് രാത്രി 2 മണി 1 മണിക്കൊക്കെയാണ് ആ ഷൂട്ട് മിക്കവാറും നടക്കുന്നത്. കാരണം അങ്ങനത്തെ സ്റ്റോറി ആയിരുന്നു. നിങ്ങൾക്കറിയാം, ഒരു പ്രേതകഥകളായിരുന്നു. പിന്നെ സലീമിക്കയും ഞാൻ അവിടെ സലീം ചേട്ടനെ ആദ്യം മുസ്ലിം ആക്കി വെച്ചത്. പിന്നെയാണ് അറിയുന്നത് മുസ്ലിം അല്ല. സലീം ചേട്ടൻ്റെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇത്രയും പുസ്തകങ്ങളോട് വായിക്കുന്ന ഒരു അറിവുള്ളൊരു മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല. ഏതിനെക്കുറിച്ച് നല്ലൊരു അറിവുണ്ട്. അമ്പിളി ചേട്ടനെ പോലെ, നമ്മുടെ ജഗതി ശ്രീകുമാർ ചേട്ടനെ പോലെ ഭയങ്കര അറിവുള്ളൊരു മനുഷ്യനാണ് സലീമേട്ടന്. ഇതേപോലെ സലീമേട്ടൻ പറയണപ്പോൾ മിക്കത് നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് അവർ ചിരിക്കും. ആ ചിരിയാണ് നമുക്ക് തമാശയായിട്ട് തോന്നുന്നു, നമ്മളും ചിരിക്കുന്നത്. സലീമേട്ടനും ഞാനും നവ്യയും ഹനീഫിക്കയും ജയസൂര്യയും തമ്മിലുള്ള കുറേ മൂമെൻറ്റ്സാണ് ഇന്നും എല്ലാവരും റീൽസായിട്ട് ഇടുന്നത്. എൻ്റെ മരിച്ചുപോയ കാമുകിയുടെ ഓർമ്മയുണ്ട്. അതൊക്കെ ഭയങ്കര രസമാണ്. കാരണം റാഫി മെക്കാട്ട് എന്ന് പറഞ്ഞാൽ അതുല്യമായ സംവിധായകൻ്റെ കീഴിലായിരുന്നു ആ സിനിമ. ഞാൻ അവരെയും ആ സിനിമയിലാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഞാൻ അവരെ ആദ്യമായി കാണുന്നത് കല്ലൂരുള്ളൊരു ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ചിട്ടാണ് എനിക്ക് ഫസ്റ്റ് സീൻ എടുക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് ഞാൻ നവ്യയെ കാണുന്നത്. ജയസൂര്യ അതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. എൻ്റെ കൂടെ ഒരു സീരിയലിൽ ജയസൂര്യ പണ്ട് അഭിനയിച്ചിട്ടുണ്ട്. ഭാവനയെ കാണുന്നത് ജയസൂര്യയുടെ കല്യാണത്തിൻ്റെ ആ സമയത്താണ്. വിനീതേട്ടൻ, പിന്നെ ഇന്നൊക്കെ നിങ്ങളുടെ വൈറൽ താരമുണ്ട് വിനായകൻ ചേട്ടൻ. പക്ഷെ വിനായകൻ ചേട്ടനെ ഇപ്പോൾ കാണുമ്പോൾ എനിക്കൊരു അതിശയമാണ്. അന്നത്തെ വിനായകൻ ചേട്ടൻ ഇതല്ലായിരുന്നു, സൈലൻ്റ് ആയിരുന്നു. കൂടുതലും എൻ്റെ അമ്മയുടെ കൂടെയും നവ്യയുടെ അമ്മയുടെ കൂടെയാണ് പിന്നെയും സംസാരിക്കുന്നത്. ഞാനൊക്കെ ഇടിച്ച് കയറിയാണ് സംസാരിച്ചിട്ടുള്ളത്. ആ വിനായകൻ ചേട്ടൻ ഇപ്പം ഇങ്ങനെ കാണിക്കുമ്പം എനിക്ക് അതിശയമാണ്. എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ ഓരോ മനുഷ്യരുടെ സാഹചര്യങ്ങളാവും. നമുക്ക് ഒരാളെ കുറ്റപ്പെടുത്താനും കുറ്റം കണ്ടുപിടിക്കാനും നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് ആർക്കും പല സാഹചര്യങ്ങളും നമ്മൾ അനുഭവിച്ചിട്ടില്ല. നമ്മുടെ ലൈഫിലൊരു അനുഭവമോ സാഹചര്യം വരുമ്പോഴായിരിക്കും നമ്മളെല്ലാം മാറുന്നത്. എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ അദ്ദേഹത്തിന് പ്രഷറാവാം, അല്ലെങ്കിൽ ഹെവി വർക്കുകളുടെ എന്തെങ്കിലും ആയിരിക്കാം, അറിയില്ല. മനുഷ്യരല്ലേ, മനുഷ്യരെന്നും ഒരേപോലെ ആവില്ലല്ലോ. ഇപ്പം ഞാനല്ല നിങ്ങൾ. ഇനി എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഞാൻ അനങ്ങില്ല. എൻ്റെ മുഖത്ത് ചിരി കാണും. ഞാൻ എന്തൊക്കെ വന്നാലും ഫോണും എടുക്കും. അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് എന്താണ് പറയാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ പോലും എൻ്റെ സൗണ്ടിലോ എൻ്റെ ശബ്ദത്തിലൊരു മാറ്റം കാണില്ല. ഞാനല്ല, വേറൊരാൾ. അവർക്ക് ചിലപ്പോൾ ടെൻഷൻ വരും. എനിക്ക് ടെൻഷൻ എന്തെന്നറിയില്ല. എനിക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യം ടെൻഷൻ വന്നിട്ടുള്ളൂ. ആ സമയത്ത് അപ്പോഴും ഞാനായിട്ട് തന്നെ നിന്നിട്ടുള്ളത്. അപ്പോൾ വിനായകൻ ചേട്ടൻ എനിക്കറിയില്ല. എനിക്ക് വിനായകൻ ചേട്ടൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പം എനിക്ക് ഭയങ്കര അതിശയമാണ്. നിങ്ങൾക്ക് വിനായകൻ ചേട്ടൻ്റെ ഒരു കാര്യം അറിയാമോ? ഞാൻ വിനായകൻ ചേട്ടൻ എന്നെയും നവ്യയും ഭാവനയും പറ്റിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഫൂളായിട്ടുണ്ട്. അന്ന് ഞാൻ എന്തും വിശ്വസിക്കുന്നൊരു ടൈപ്പാണ്. ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ വരുമ്പോഴാണ് ഞാൻ ഒന്നിനെയും നെഗറ്റീവായിട്ട് കാണില്ല. കാരണം എന്തിനു നമ്മൾ നെഗറ്റീവായിട്ട് കാണുക? നെഗറ്റീവിനെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരാളാണ്. അന്ന് വിനായേട്ടൻ പറഞ്ഞിട്ടുണ്ട്, വിനായേട്ടന് 12 കുട്ടികളുണ്ട്. ഇപ്പം എൻ്റെ വൈഫ് ക്യാരിങ് ആണ്, 13ാമത്തെ. സത്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചു, നവ്യയും വിശ്വസിച്ചു, ഭാവനയും വിശ്വസിച്ചു. പക്ഷേ ഞാൻ ചോദിച്ചാൽ തന്നെ അമ്മയും നവ്യയുടെ അമ്മയൊക്കെ സപ്പോർട്ട് ആന്ന് പറഞ്ഞു. കാരണം അവർക്കറിയായിരുന്നു വിനായകൻ ചേട്ടൻ അവരുടെ അടുത്ത് ഇതൊന്നും പറഞ്ഞിട്ടില്ല, എന്നെയൊക്കെ പറ്റിച്ചതാണെന്ന്. ഞാനായിട്ട് ആ സമയത്ത് നല്ല കമ്പനിയായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ പിന്നെ എല്ലാവരുമായിട്ട് പെട്ടെന്ന് കമ്പനിയാവും. എന്നെ കണ്ടു കഴിഞ്ഞൊരു ജാട അഹങ്കാരി ലുക്കുണ്ട്, അതിരുന്നോട്ടെ. പക്ഷെ പെട്ടെന്ന് എല്ലാവരുമായിട്ട് ഞാൻ ചില്ലാവും, ഒരു വൈബ് ഉണ്ടാക്കും. അതിൽ വിനായകേട്ടനായിട്ട് പിന്നെ ഞങ്ങൾ വണ്ടി വിടും. ഞങ്ങൾ പോകുമ്പം ഇപ്പം ഞാൻ എൻ്റെ കാറിലല്ല പോയിക്കൊണ്ടിരുന്നത്, കമ്പനി കാറിൽ തന്നെയാണ്. ഞാൻ ഇപ്പോഴും കമ്പനി എന്തിനാണ് കാറ് തന്നത്, കമ്പനി കാറിൽ തന്നെയാണ് ഞാൻ പോകുന്നത്. അപ്പം ചിലപ്പം കമ്പനിക്കാരിൽ കൂടെ വിനായകൻ ചേട്ടൻ കാണും, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ കാണും. അപ്പം ഞാനും അമ്മയും വിനായകേട്ടനോട് അങ്ങനെ ഒരുപാട് സംസാരിച്ച് അടുപ്പായിട്ടുണ്ട്. വിനായകേട്ടൻ്റെ വീടിൻ്റെ അതുവരെ കൊണ്ടാക്കിയിട്ട് അങ്ങനെ ആ വിനായകേട്ടനല്ല ഇപ്പോൾ കാണുന്നത്. അതെനിക്കൊരു അതിശയമാണ്. അതേപോലെ വിനീതേട്ടൻ, ഈ വിനീതേട്ടനും വിനായകേട്ടനും എന്നെയും ഭാവനയും നവ്യയും ഒരുപാട് പേടിപ്പിക്കുമായിരുന്നു. അവിടെ ഒരു ഞാൻ പ്രേത ഒരു റിസോർട്ടാണ് അവിടെ. പക്ഷെ പറയാറുണ്ട് ആരും ഒറ്റയ്ക്ക് പോകല്, എല്ലാവരും ഒരുമിച്ചേ ഇരിക്കാവുള്ളൂ, ഒരുമിച്ചേ പോകല്, ഇന്ന സ്ഥലത്ത് കയറില്ല. ഞങ്ങൾക്ക് കോസ്റ്റ്യൂം മാറാൻ വേറൊരു സ്ഥലത്താണ്. ഈ വിനീതേട്ടൻ ഞങ്ങളെ പേടിപ്പിച്ചിട്ടുണ്ട്. പുള്ളി സ്മോക്ക് ചെയ്യാണ്, ഒളിച്ച് നിന്നിട്ട് ഞാനും ഭാവനയും നവ്യയും കൂടെ. പക്ഷെ
അപ്രതീക്ഷിതമായിട്ട് തോന്നുമ്പോൾ ഞങ്ങൾ അയ്യോ എന്ന് നിലവിളിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളുടെയൊക്കെ മനസ്സിൽ കിടക്കുന്ന അവിടെ പ്രശ്നങ്ങളുള്ള ഏരിയയിൽ അങ്ങനെ ഒരുപാട് ഒരുപാട് എന്താ ഓർമ്മകൾ എനിക്ക് ആ സിനിമയായിട്ടുണ്ട്. ആ സിനിമയിടയിൽ ഞാൻ പറഞ്ഞില്ലേ മിക്കവാറും നൈറ്റായിരിക്കും ഞങ്ങൾക്ക് ഷൂട്ടിങ്. സിദ്ദിഖ് ലാലേട്ടൻ്റെ വലിയൊരു ഗുണമുണ്ട്. യൂണിറ്റ് ആയാലും ജൂനിയർ ആർട്ടിസ്റ്റുകളായാലും നമ്മളായാലും എല്ലാവർക്കും ഒരേ രീതിയിൽ ഫുഡേ തരുള്ളൂ. നൈറ്റ് ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഹോർലിക്സ്, അതേപോലത്തെ ജാം വരട്ടിയ, ബ്രെഡ്, പഴം, പിന്നെ പുള്ളി ഈ ചപ്പാത്തിക്കകത്ത് അവിടെയുള്ള ചിക്കൻ വെച്ചിട്ട് റോൾ ഉണ്ടാക്കി തരും. ഞാൻ അങ്ങനെയാണ് ചപ്പാത്തിക്കകത്ത് ചിക്കൻ റോൾ കഴിച്ചിട്ടുള്ളത്. അത് പുള്ളി തന്നെ വെച്ചിട്ട് ഇങ്ങനെ മടക്കി മടക്കി ഞങ്ങൾക്ക് തരുമായിരുന്നു. ചിലപ്പോൾ അത് കട്ട് ചെയ്ത് തരുമായിരുന്നു. അതൊക്കെ ഒരു വല്ലാത്ത ഓർമ്മകളാണ്. എല്ലാവരും ഒരുമിച്ചിരിക്കുക, വർക്ക് ചെയ്യുക, അതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ കാണുമ്പോൾ ഇപ്പം എനിക്ക് ഏതൊരു ഗോസ്റ്റ് സിനിമ കണ്ടാലും എനിക്ക് പേടിയില്ല. പേടിയില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ കുറേ സിനിമകൾ, ഇങ്ങനത്തെ കുറേ സീരിയലിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ഗോസ്റ്റുകളെ പേടിക്കണ്ട, ആത്മാക്കളെ പേടിക്കണ്ടേ, നമുക്ക് ജീവിച്ചിരിക്കുന്ന മനുഷ്യനെയാണ് നമ്മൾ പേടിക്കേണ്ടത്. എപ്പം 10ൻ്റെ പണി അല്ലെങ്കിൽ 18ൻ്റെ പണി തരുമെന്ന് നമ്മുടെ കൂടെ ചിരിച്ചിട്ടാണ് നമുക്കിട്ട് പണി തരുന്നത്. അവരെയാണ് പേടിക്കേണ്ടത്. മനുഷ്യരെ ചെയ്യുള്ളൂ, ആത്മാക്കൾ നമ്മളെ ഒന്നും ചെയ്യാൻ വരില്ല. സത്യമാണ്. അതേപോലെ പട്ടിയും പേടിക്കണ്ട, പട്ടി സ്നേഹമുള്ളത്. മനുഷ്യനെ പേടിക്കണം. മനുഷ്യൻ 18ൻ്റെ പടി തരും. ഇതേപോലെ ആ സിനിമയിലുണ്ട് രാജാവിൻ്റെ പേരുണ്ട് ശശി. അത് ശരിക്കും തന്നെ ആ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് ഉണ്ട്, സ്ക്രിപ്റ്റ് ഇല്ലേന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് ഇല്ല. കാരണം റാഫിക്കും മെക്കാട്ടോ ചേട്ടന് ഓൺ ദ സ്പോട്ടിലാണ് ഡയലോഗ് എഴുതുന്നത്. എനിക്ക് അവരുടെ കൂടെ ഇപ്പോൾ വിളിച്ചാലും എനിക്ക് അവരുടെ കൂടെ പോയി ചെയ്യാൻ സിനിമ ഇഷ്ടം. ഞാൻ എൻ്റെ കോളേജ് സ്കൂൾ കാലഘട്ടമാണ് ആലോചിക്കുന്നത്. ഒരു ക്യാമ്പസാണ് ആ സിനിമ. ഞാൻ വേറെ ഏതൊരു സെറ്റിൽ ചെന്നാലും നമുക്ക് തിരിച്ചു വരുമ്പോൾ സങ്കടം അങ്ങനെ തോന്നാറില്ല. ഇവരുടെ കൂടെ വർക്ക് ചെയ്ത സമയത്തൊക്കെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. പിരിയാൻ തോന്നില്ല. വർക്കില്ലെങ്കിൽ പോലും എല്ലാവരും അവിടെ ഇരിക്കുക, എല്ലാവരും. അത്ര ഒരു രസമായിരുന്നു ഈ സെറ്റിലെന്ന് പറഞ്ഞാൽ. നമ്മളിങ്ങനെ വലയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കിട്ടിയ സമയത്ത് നമ്മൾ രാജാവിൻ്റെ പേര് പറഞ്ഞ് ചുമ്മാ സലീമേട്ടൻ, ആ സിനിമയിൽ ജയസൂര്യയല്ല നായകനാവേണ്ടത്. അന്ന് ചതിക്കുന്ന ചന്തുവായിരുന്നു, ദിലീപേട്ടനായിരുന്നു. ദിലീപേട്ടൻ ഏതോ വേറെ വർക്കിൻ്റെ ഒരു ഷൂട്ട് സംബന്ധിച്ച് വരാൻ പറ്റാത്തപ്പോഴാണ് ജയസൂര്യ വരുന്നത്. അങ്ങനെയാണ് ചതിക്കാത്ത ചന്തു എന്ന് വന്നത്. അപ്പം ഇങ്ങനെ എന്തോ പറഞ്ഞ സമയത്ത് സലീമേട്ടൻ പറഞ്ഞു ശശി രാജാവ് എങ്ങനെയിരിക്കും. ഉടനെ റാഫിക്കയും ഒക്കെ ആയിട്ട് അത് കൊള്ളാമല്ലോ. അങ്ങനെയാണ് രാജാവിൻ്റെ പേരെന്ത് ശശി. നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡയലോഗൊക്കെ പറഞ്ഞിട്ട് സ്പോട്ടിലാണ്. ആ ഒരു അനുഭവമൊക്കെ എന്ന് പറയുന്നൊരു ചിൽ. കുറേ സീൻ എടുത്തിട്ടുണ്ട്. ശരിക്കും ആ സിനിമ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ 3.5-4 മണിക്കൂറുണ്ട്. നമ്മൾ കഷ്ടപ്പെട്ട് ആസ്വദിച്ച പല സീൻസും ഇന്ന് ആ സിനിമയിലില്ല. കാരണം അമ്പിളിച്ചേട്ടൻ, ജഗതി ശ്രീകുമാർ, എനിക്ക് അമ്പിളിച്ചേട്ടനെ വരുള്ളൂ. അമ്പിളിച്ചേട്ടൻ നവ്യയെ ഒരു ഹോമകുണ്ടത്തിന് മുന്നിലിരുന്ന് ചെയ്യുന്ന സമയത്ത് ഞാനും ഭാവന് നവ്യയുടെ മാസ്കൊക്കെ വെച്ച് ആ വെള്ള ഗൗണും വെച്ച്, എനിക്ക് ആ സമയത്ത് നല്ല മുടിയുണ്ടായിരുന്നു, എന്നിട്ട് പോലും വിഗൊക്കെ കയറ്റി വെച്ചിട്ട് ഞങ്ങളൊരു ടെമ്പോയുടെ മുകളിൽ, ആ ടെമ്പോ എന്ന് പറഞ്ഞാൽ ആ സ്ഥലമെന്ന് പറയുന്നത് ഭയങ്കര ചരലൊക്കെ കിടന്നിട്ട് വണ്ടി ഇങ്ങനെ ആടും. അതിൽ ഞങ്ങൾ ഏണിയൊക്കെ വെച്ച് ടെമ്പയുടെ ഏറ്റവും ടോപ്പിൽ കയറിയിട്ട് ഞങ്ങളുടെ കാല് പിടിക്കാൻ യൂണിറ്റിലെ തന്നെ ചേട്ടന്മാർ വരും. എൻ്റെയും ഭാവനയുടെ കാല് പിടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അപ്പോൾ അമ്പിളിച്ചേട്ടൻ നോക്കുമ്പോൾ നവ്യയുടെ കഥാപാത്രം ഫ്രണ്ടിലിരിക്കുന്നു. മോളിൽ നോക്കുമ്പോൾ 2 പേര് ശൂന്യതയിൽ 2 നവ്യകൾ നിൽക്കുന്നു. ആ സീനൊന്നും സിനിമയിൽ വന്നിട്ടില്ല. അതൊക്കെ വെളുപ്പാങ്കാലത്തെടുത്ത സീൻസാണ്. അതൊക്കെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടാണ് എൻ്റെ ഡയറക്ടറും ക്യാമറാമാനും എല്ലാവരും റിസ്ക് എടുത്ത പല സീൻസും വന്നിട്ടില്ല. സത്യമായിട്ട് ഞാനും ഹനീഫിക്കയും തമ്മിലുള്ള സീൻസ് ഉണ്ട്. ആ സീനിൽ കസേര ഒടിഞ്ഞിട്ട് എൻ്റെ തലയിൽ അടിച്ചിട്ടുണ്ട്. എനിക്ക് തല ഭയങ്കരമായിട്ട് വേദന വന്നിട്ട് ആ സീൻസ് ഇല്ല. പിന്നെ എൻ്റെ ഡ്രസ്സിലൊക്കെ സിനിമയിൽ കോസ്റ്റ്യൂംസ് അവരുടെയാണ്. പക്ഷെ ചതിക്കാത്ത ചന്തയിൽ എൻ്റെ ഒറ്റൊരു കോസ്റ്റ്യൂമുണ്ട്. ബസ് സ്റ്റോപ്പിൽ എടുക്കുമ്പോൾ ചെയ്യുന്ന ഒരു ഗ്രീൻ ചുരിദാർ, അതെൻ്റെ ഓൺ കോസ്റ്റ്യൂമാണ്. അതിനുശേഷം എൻ്റെ ഏതെങ്കിലും ഒരു കോസ്റ്റ്യൂം ഇതേപോലെ മിഴി 2-ൽ എൻ്റെ ഒരു ഓൺ കോസ്റ്റ്യൂം വന്നിട്ടുണ്ട്. അതിനുശേഷം സെറ്റിൽ ചുരിദാർ ഇട്ടുകൊണ്ട് പോകാൻ മടിയാണ്. കാരണം എന്തെങ്കിലും നല്ല കോസ്റ്റ്യൂമാണ് അവർ പറയും, മായെടുത്ത് പറയും ആ കോസ്റ്റ്യൂം ഇട്ടാൽ മതി എന്ന്.
നമ്മുടെ കോസ്റ്റ്യൂമിൽ ഇങ്ങനെ ഈ വെടി വയ്ക്കുമ്പം ബ്ലഡ് ആവുന്നതുണ്ട്, അതൊക്കെ കോസ്റ്റ്യൂമിൽ വന്നിട്ടുണ്ട്. ബ്ലഡ് കണ്ണിൽ വീണ് കുറേ മൂമെൻറ്റ്സ് ഉണ്ട്, പക്ഷെ പല സീൻസും വന്നിട്ടില്ല. അതൊക്കെ ഭയങ്കര സങ്കടമാണ്. ആ സമയത്ത് നമ്മൾ ഈ ചവറൊക്കെ ഇടുമ്പം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചവറെടുത്തുകൊണ്ട് കൊണ്ടുവരും. എനിക്ക് മുഖത്തൊക്കെ അലർജി പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഷെറാഫിക്കയും മെക്കാട്ട് ചേട്ടനും സിദ്ദിഖിലെ ലാലേട്ടനും എന്നെ ട്രിവാൻഡ്രത്ത് വിട്ടു നല്ല സ്കിൻ ഡോക്ടറെ കാണാൻ. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്ത് വന്ന അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. നമ്മൾ ഓരോ ഷോട്ട് ചെയ്യുമ്പോഴും എൻജോയ് ചെയ്താണ്, ഇങ്ങനെ മസിൽ പിടിച്ചിട്ടൊന്നുമല്ല. ഞാൻ അതാ പറയുന്നത്, റാഫിക്കയുടെ അടുത്തും മെക്കാട്ട് ചേട്ടൻ്റെ അടുത്തും ലാലേട്ടൻ്റെ അടുത്തും ഇന്നും എനിക്ക് ആ ഒരു അറ്റാച്ച്മെൻറ്റ്. ആ സിനിമയിലെ എല്ലാവരും, ബോബൻ ചേട്ടനായിരുന്നു എൻ്റെ ആർട്ട് ഡയറക്ടർ. അതിലൊരു ആർട്ട് അസിസ്റ്റൻ്റ് സമ്പത്ത് ചെയ്ത ഞാൻ കാണിച്ചത്, സമ്പത്ത് എന്നെ വരച്ച ചിത്രം ഇവിടെയുണ്ട്. അതിൽ ആർട്ടിലെ അസിസ്റ്റൻ്റെങ്കിൽ അജി ചേട്ടൻ, ശ്യാം, മാഫിയ ശശിയായിരുന്നു അതിൽ ഫൈറ്റ് മാസ്റ്റർ. ഞാൻ അവരുടെ കൂടെയൊക്കെ കമ്പനിയായിരുന്നു. അവരുടെയൊക്കെ കൂടെ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. റാഫി മെക്കാട്ടിൻ്റെ മിക്ക സിനിമയിൽ ആർട്ട് ഡയറക്ടർ ബോബൻ ചേട്ടനായിരിക്കും. അപ്പോൾ ഇവരൊക്കെ തന്നെയായിരിക്കും വരിക. ഹലോ അതൊക്കെ ഞാൻ പറയാം, ചൈന ടൗൺ അതൊക്കെ ഞാൻ പറയാം. ചൈന ടൗണിൻ്റെ ഹലോയുടെ മൂമെൻറ്റ്സ് ഇതൊക്കെ ഇവിടെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ചതിക്കാത്ത ചന്തു ഞങ്ങൾ ആഘോഷിച്ചിട്ടില്ല. അതിൻ്റെ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഒരുപാട് ഓർമ്മകൾ ചതിക്കാത്ത ചന്തുവിൻ്റെ ഉണ്ട്. അതേപോലെ നവ്യയുടെ അമ്മ എൻ്റെ അമ്മയും ഇരുന്ന സമയത്ത് അവർ ഷോപ്പിങ്ങിനായിട്ട് പോവും. ഞങ്ങൾ നോക്കുമ്പോൾ ഇവരെ കാണില്ല. അവർ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് അവർ എൻജോയ് ചെയ്ത് വരും. ഭാവനയുടെ കൂടെ അന്ന് ഭാവനയുടെ അച്ഛനാണ് വരുന്നത്. നവീയുടെ അങ്കിളും ആൻറ്റിയും കാണും. എൻ്റെ കൂടെ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ പറയാം, ആ സമയത്ത് എപ്പോഴും ഹർത്താലും ഈ ബന്ധും കാരണം ഞങ്ങൾ രാവിലെ വെളുപ്പാങ്കാലം 4 മണിയാകുമ്പോൾ ലൊക്കേഷനിൽ ഇറക്കിയിട്ട് ഞങ്ങളെ കൊണ്ട് വരുന്നത് ആ റിസോർട്ടിൽ കൊണ്ടിടും. ഞങ്ങളെല്ലാം ഈ ചാള അടുക്കി വെച്ച മാതിരി ഞങ്ങളെല്ലാം ഒരുമിച്ച് കിടന്നുറങ്ങും. ജയസൂര്യ, വിനീതേട്ടൻ, വിനായകൻ ചേട്ടൻ, നവ്യ, ഭാവന, ഞാൻ, സലീമേട്ടൻ, ഞങ്ങളെല്ലാവരും. കാരണം ആർക്കാണ് സീനിനനുസരിച്ച് ഞങ്ങളെ മേക്കപ്പ് ചെയ്യാൻ പട്ടണം റഷീദിക്കായിരുന്നു മേക്കപ്പ് മാൻ. സുനിൽ ഗുരുവായൂർ, ഇന്ന് സുനിലേട്ടൻ ഇല്ല. സ്റ്റിൽ ഫോട്ടോഗ്രാഫർ സുനിലേട്ടനാണോ വേറൊരാളുടെ പേരുണ്ട്, അദ്ദേഹമാണോ എനിക്കൊരു ചെറിയത് ഓർമ്മക്കുറവുണ്ട്. അവിടെ വെച്ചിട്ടാണ് ജയസൂര്യയുടെ കല്യാണം നടക്കുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ അടുക്കിടും. ഞങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഷൂട്ടിങ്ങിന് പോകുന്നത്. ശരിക്കും ചതിക്കാത്ത ചന്തുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നൊരു ദിവസം പോയ നാളൊരു ദിവസമുണ്ട്. അത്രയ്ക്ക് അതിനെക്കുറിച്ച് പറയാനുണ്ട്. എൻ്റെ ചിരി കാണുമ്പോൾ തന്നെ അറിയില്ല. അത് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടങ്ങളും, കാരണം ഇന്ന് അതിൽ പലരും ഇല്ല. ആ സിനിമയിൽ പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. പോട്ടെ, എന്തായാലും നിങ്ങൾക്ക് ഈ കണ്ടൻറ് ഇഷ്ടമാകുമെന്ന് തോന്നുന്നല്ലേ. കാരണം ഞാൻ ഈ ചതിക്കാത്ത ചന്തുവിൻ്റെ കണ്ടൻറ് തന്നെ എടുക്കാൻ കാരണം, ഇന്നലെ ഞാൻ ഇതിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആറാട്ടിന് പോയ സമയത്ത് അവിടെ എല്ലാവരുടെ ചതിക്കാത്ത ചന്തുവിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് അതിനെക്കുറിച്ച് പറയണമെന്ന്. എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് തോന്നുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമാവും. അതിലെ ഓർമ്മകൾ ഇനി എപ്പോഴെങ്കിലും വേറൊരു ദിവസം അതിൻ്റെ ബാക്കി ഓർമ്മകളും കൂടി പങ്കുവയ്ക്കാം ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കട്ടെ, എന്തായാലും അടുത്തൊരു കണ്ടൻ്റായിട്ട് വരുന്നത് വരെ നിങ്ങൾ ഇതിനെനിക്ക് എന്ത് വന്നാലും സബ്സ്ക്രൈബും ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളെ ഒരു കാര്യത്തിലും നിർബന്ധിക്കില്ല. എന്നെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കും, കമൻസും വരും. അപ്പം ഐ ലവ് യു സോ മച്ച്. ബൈ.